ഒരു ചെറിയ കാര്യം മാത്രം സംഭവിച്ചാൽ ഉടനെ തന്നെ നമ്മുടെ റിയാക്ഷൻ വളരെ വലുതായിരിക്കും. പിന്നെ നമ്മൾ തന്നെ ആലോചിക്കും, ഞാൻ എന്തിനാണ് ഇത്രയും വേദനിച്ചത്, ഇത്രയും അപ്സെറ്റ് ആയത്. ചിലപ്പോൾ അതിൻ്റെ കാരണം ഇന്നത്തെ സംഭവമായിരിക്കണമെന്നില്ല. ഒരു ചെറിയ കഥ പറയാം. ഒരു സ്ത്രീ ഭർത്താവിന് ഒരു മെസ്സേജ് അയച്ചു, വൈകിട്ട് വരുമ്പോൾ പച്ചക്കറികൾ വാങ്ങി വരണേ എന്ന്. ഭർത്താവ് മെസ്സേജ് കണ്ടു, പക്ഷെ മറുപടി വന്നില്ല. ആദ്യം അവൾ വിചാരിച്ചു, ശരി ബിസി ആയിരിക്കും. പക്ഷേ സമയം പോകും തോറും അവൾ അസ്വസ്ഥയായി. ഫോൺ വീണ്ടും വീണ്ടും നോക്കാൻ തുടങ്ങി. എന്നോട് ദേഷ്യമാണോ? ഞാൻ എന്തെങ്കിലും തെറ്റ് പറഞ്ഞോ? എന്നെ അവഗണിക്കുകയാണോ എന്ന ചിന്തകൾ വന്നു. വൈകിട്ട് ഭർത്താവ് വീട്ടിലെത്തി. മീറ്റിങ്ങിലായിരുന്നു, ഫോൺ നോക്കാൻ പറ്റിയില്ല എന്ന് വളരെ സാധാരണയായി പറഞ്ഞു. അപ്പോൾ അവൾ തന്നെ ചിന്തിച്ചു, ഒരു മറുപടി വൈകിയത് കൊണ്ട് ഞാൻ എന്തിനാണ് ഇത്രയും തകർന്നത്? ഇതാണ് ഇമോഷണൽ ഫ്ലാഷ് ബാക്ക്. ഇമോഷണൽ ഫ്ലാഷ് ബാക്ക് എന്നത് പഴയ സംഭവം കണ്ണിന് മുന്നിൽ വരുന്നതല്ല, പഴയ വികാരം ഇപ്പോഴത്തെ നിമിഷത്തിലേക്ക് തിരിച്ചു വരുന്നതാണ്. പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഇങ്ങനെയുള്ള ഇമോഷണൽ ഫ്ലാഷ് ബാക്ക് വന്നാൽ എന്ത് ചെയ്യണം എന്ന്. നിങ്ങളുടെ മനസ്സ് പഴയ ഒരു മുറിവിൽ നിന്ന് ഇപ്പോഴത്തെ ഒരു സംഭവത്തിലേക്ക് കണക്റ്റ് ചെയ്യുന്നതാണ്. ഇങ്ങനെ തോന്നുമ്പോൾ ആദ്യം ഒരു നിമിഷം നിർത്തുക, പതുക്കെ ഒരു ദീർഘശ്വാസം എടുക്കുക. പിന്നെ സ്വയം ചോദിക്കുക, ഞാൻ ഇപ്പോഴുള്ള സംഭവത്തോട് മാത്രമാണോ പ്രതികരിക്കുന്നത്, അതോ പഴയ എന്തെങ്കിലും വേദനയും ഇതിൽ കൂടെയുണ്ടോ? ഉദാഹരണത്തിന്, ആരെങ്കിലും നിങ്ങളെ വിമർശിച്ചപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തകർന്നു പോയെങ്കിൽ ഒരു പക്ഷേ അത് ഇന്നത്തെ വിമർശനം മാത്രമല്ല, കുട്ടിക്കാലത്ത് പലതവണ കേട്ട വിമർശനങ്ങളുടെ ഓർമ്മയായിരിക്കാം. അടുത്തതായി, സ്വയം കുറ്റപ്പെടുത്തരുത്. കാലുകൾ നിലത്തുറപ്പിച്ച് വയ്ക്കുക. ഇത് നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ഇപ്പോഴുള്ള നിമിഷത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സഹായിക്കും. ഇങ്ങനെ പലപ്പോഴും സംഭവിക്കുന്നുണ്ടെങ്കിൽ ഏത് സാഹചര്യങ്ങളിലാണ് ഇത് വരുന്നത് എന്ന് കുറിച്ച് വയ്ക്കുക. വിമർശനം, അവഗണന അല്ലെങ്കിൽ ആരെങ്കിലും മിണ്ടാതിരിക്കുക പോലുള്ള സാഹചര്യങ്ങൾ ട്രിഗർ ആകുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക.